തിരുവനന്തപുരം അരുവിക്കര എംഎൽഎ ജി സ്റ്റീഫനെതിരെ ആരോപണം. വാഹനം നിർത്തിയിട്ടതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് എംഎൽഎയ്ക്കൊപ്പം ഉണ്ടായിരുന്നവർ കാറിന്റെ പിൻവശത്തെ ഗ്ലാസ് തകർത്തുവെന്നാണ് ആരോപണം. ആക്രമണം നടക്കുമ്പോൾ എംഎൽഎ കാറിൽ ഉണ്ടായിരുന്നതായും പരാതിക്കാരനായ അമ്പലത്തിൻകാല സ്വദേശി ബിനീഷ് ആരോപിച്ചു. 8 മാസം ഗർഭിണിയായ ഭാര്യയും താനുമാണ് ആക്രമണം നടക്കുമ്പോൾ കാറിൽ ഉണ്ടായിരുന്നതെന്നും ബിനീഷ് പറയുന്നു. വണ്ടി എടുത്തുകൊണ്ട് അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ഗ്രൗണ്ടിൻ്റെ ഫ്രണ്ടിൽ വണ്ടി എടുത്തിട്ടായിരുന്നു. അപ്പം എംഎൽഎയുടെ വണ്ടി പുറകിലിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിന് മുമ്പിൽ ആ വണ്ടി അപ്പം ഗ്രൗണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഫ്രണ്ടിലോട്ട് കയറ്റി വണ്ടി ഞാൻ ഇട്ടായിരുന്നു. അത് കഴിഞ്ഞ പിന്നെ വൈഫിനെയും ബ്രദറിനെയൊക്കെ കയറ്റി കഴിഞ്ഞപ്പോഴത്തെ വണ്ടി സ്റ്റാർട്ടാവാൻ ചെറിയ ഡിലേ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ പിള്ളേർ വന്ന് ഇങ്ങനെ ഇച്ചിരി ക്രൂഡായിട്ട് നോക്കുകയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ കാര്യമാക്കിയില്ല. എന്നിട്ടും വെയിറ്റ് ചെയ്തു, വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പുറത്തിറങ്ങിയപ്പോഴും ഒരു 10-40ഓളം ആൾക്കാർ വന്നിട്ട് വണ്ടിക്ക് വട്ടം വെച്ച് വളഞ്ഞ് വണ്ടിയുടെ പുറകിലെ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച് എൻ്റെ കഴുത്തിൽ കിടന്ന ചെയിനൊക്കെ വലിച്ച് പൊട്ടിച്ചായിരുന്നു. എൻ്റെ കയ്യൊക്കെ പിടിച്ച് തിരിച്ച് കയ്യൊക്കെ വലിച്ച് ഓടിച്ചായിരുന്നു. മൂക്കിനൊക്കെ ഇടിച്ചു. എൻ്റെ കൂടെ വന്നവരുടെ കയ്യെ പിടിച്ച് തിരിച്ചു. എൻ്റെ വൈഫിൻ്റെ കഴുത്തിൽ കിടന്ന മാലയൊന്നും ഇപ്പോൾ കാണാനില്ല. എൻ്റെ മാലയും കാണാനില്ല. ഇങ്ങനെ വലിച്ചു പൊട്ടിച്ചു. നമ്മളെ അടിക്കും പിടിക്കും എന്നൊക്കെ ഭയങ്കര ഇതൊക്കെ ആയിരുന്നു. പിന്നെ ജീവനും കൊണ്ട് എങ്ങനെയോ രക്ഷപ്പെട്ട് വീടെത്തി. അത് കഴിഞ്ഞിട്ട് ഇവിടെ സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുത്ത് മെഡിക്കൽ എടുക്കാൻ ഹോസ്പിറ്റലിൽ പോയി. കുറേ പേരുണ്ടായിരുന്നു. ഇതേപോലെ എംഎൽഎയുടെ വണ്ടിയാണ് പുറകെ കിടന്നത്. ആരാണ് വന്നത്, എന്താണ് ചെയ്തതെന്ന് അറിയാൻ പാടില്ല. ഒരു 40-40 മേലിൽ ആൾക്കാരുണ്ടായിരുന്നു. ഒരു 20 തൊട്ട് ഒരു 35-40 വയസ്സിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരായിരുന്നു ഉള്ളത്. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ഇതരമായ രീതിക്കാണ് ആക്രമിച്ചത്. വി വിനോദ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. വിനോദ്, ബിനീഷിന്റെ ആരോപണത്തെക്കുറിച്ച് പോലീസ് എന്താണ് പറയുന്നത്? പർവതി, കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ സംഭവം നടന്നത്. കാട്ടാക്കട തൂങ്ങാമ്പാറയിലെ ഒരു വിവാഹ ഓഡിറ്റോറിയം, അവിടെ വിവാഹത്തിൽ റിസപ്ഷൻ പങ്കെടുക്കാനാണ് ഈ യുവാവ് എത്തിയത്, ബിനീഷ് എത്തിയത്. ബിനീഷിനൊപ്പം ബിനീഷിന്റെ ഭാര്യയും അതോടൊപ്പം തന്നെ മറ്റ് ബന്ധുക്കളും ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഈ റിസപ്ഷൻ കഴിഞ്ഞ് അവിടെ ഒരു ഗ്രൗണ്ടിലാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നത്. തന്റെ വാഹനത്തിന് പിറകിലായി എംഎൽഎയുടെ വാഹനം ഉണ്ടായിരുന്നു. ഈ സമയം താൻ ഈ റിസപ്ഷൻ കഴിഞ്ഞ് പുറത്തേക്ക് വരികയും വാഹനം എടുത്ത് പോകാൻ ശ്രമിക്കുമ്പോൾ ആദ്യം സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായി. ആദ്യം സ്റ്റാർട്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായി. ഈ സമയത്ത് എംഎൽഎക്കൊപ്പം അവിടെ ഉണ്ടായിരുന്നു, എംഎൽഎ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ബിനീഷ് പറയുന്നത്. ആ എംഎൽഎക്കൊപ്പം ഉണ്ടായിരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർ തന്റെ വാഹനത്തിലേക്ക് അടുത്തേക്ക് എത്തുകയും വളരെ പ്രകോപനപരമായി സംസാരിക്കുകയും പിന്നീട് വാഹനം അടിച്ചു തകർക്കുകയും തന്നെയും ഭാര്യയും ആക്രമിക്കുകയും ചെയ്തുവെന്ന് ബിനീഷ് പറയുന്നു. ബിനീഷ് എൻ്റെ ഭാര്യ 8 മാസം ഗർഭിണിയാണ്. ഈ യുവതിയെ ആക്രമിച്ചുവെന്നാണ് ബിനീഷിന്റെ പരാതി. ഇരുവരുടെയും സ്വർണ്ണമാലകൾ തട്ടിയെടുക്കുകയും ചെയ്തു എന്നും പരാതിയിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകി വൈദ്യപരിശോധനയ്ക്ക് ഇവരെ വിധേയരാക്കി. തുടർന്ന് കൈക്കും മൂക്കിനും പരിക്കുണ്ട്. ഡോക്ടർ ആ പരിശോധനയിൽ തുടർന്ന് അങ്ങനെയാണ് പറഞ്ഞത്. തുടർന്ന് വിദഗ്ധ ചികിത്സ, കൂടുതൽ ചികിത്സ തേടണമെന്ന് ഡോക്ടർ കഴിഞ്ഞ ദിവസം തന്നെ നിർദ്ദേശിക്കുകയും ചെയ്തു എന്ന് ബിനീഷ് പറയുന്നുണ്ട്. എംഎൽഎയുടെ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ ഇതുവരെ വന്നിട്ടില്ല. പർവതി, അരുവിക്കര എംഎൽഎ ജി സ്റ്റീഫനെതിരെ ആരോപണം. വാഹനം നിർത്തിയിട്ടതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് എംഎൽഎയ്ക്കൊപ്പമുണ്ടായിരുന്നവർ കാറിന്റെ ഗ്ലാസ് അടിച്ച് തകർത്തുവെന്നാണ് യുവാവിന്റെ പരാതി. വിവരങ്ങൾ നൽകിയത് വി വിനോദ്, തിരുവനന്തപുരത്ത് നിന്നും.